എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോണോ? ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. It is a wrong and right and wrong. Your eyes dust and you dust others' eyes. ഞാൻ സിസ്റ്ററെ ഒന്ന് കാണാൻ നിൽക്കുകയായിരുന്നു. എന്താ വിശേഷം? എവിടെയാ സിസ്റ്ററിന്റെ വീട്? കുറച്ച് അകലെയാ. അകലെന്ന് പറഞ്ഞാൽ? അടുത്തല്ലെന്നർത്ഥം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട്. വേണ്ടപ്പെട്ടവരെന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ടെന്ത് വേണം? സിസ്റ്റർ, ഞാനൊരു പുരുഷനാണ്, അവിവാഹിതനുമാണ്. സുന്ദരിയായ സിസ്റ്ററെ കണ്ടപ്പോൾ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. സിസ്റ്ററുടെ വീട്ടുകാർ സമ്മതിച്ചാൽ? അപ്പോ എന്റെ സമ്മതം വേണ്ടേ? സിസ്റ്റർ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇല്ല, എനിക്ക് സമ്മതമില്ല. നിങ്ങൾ എനിക്ക് വെറുപ്പാണോ? എല്ലാ പെണ്ണുങ്ങളും ആദ്യമൊക്കെ ഇങ്ങനെയാണ്. മിസ്റ്റർ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയൊന്ന് പിണങ്ങി പോയാലോ? ചുമ്മാ പേടിപ്പിക്കാ സിസ്റ്ററെ. ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് ഉരുകിപ്പോയൊന്നുമില്ലല്ലോ. അപ്പോഴേ പെമ്പിള്ളാരെ വഴി നടക്കാൻ അനുവദിക്കില്ലേ? അത് ചോദിക്കാം. നീ ആരാടാ? ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരണം. സാറേ, പോലീസ് സാറേ, ഭാവിയുടെ ബാസുരം LIC. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ ഒരു പോളിസി എടുക്കുന്നു. എങ്കിൽ ഇപ്പോ ഈ ആപത്ത് ഘട്ടത്തിൽ അത് ഉപകരിക്കുമായിരുന്നു. ഒരു പോളിസി എടുക്കുക സാറേ. താങ്കൾ പോകുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് ചെല്ലേ. ഇയാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാവുന്നതാ. കയ്യിലിരിപ്പ് അതല്ലേ. ഞാനിപ്പോ പറയാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? പോലീസുകാരനുമായിട്ട് വഴക്കുണ്ടാക്കിയത് ശരിയായില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ അത് സഹായിച്ചു എന്നാ എന്റെ അഭിപ്രായം. സാറാമ്മയ്ക്ക് എന്ത് തോന്നുന്നു? എവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളച്ചു. അത് ഞാനൊന്നറിയാതെ എങ്ങനെയാ? ഇപ്പോഴേതായാലും അറിഞ്ഞില്ലേ? അമ്മച്ചി അറിയിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ആലോചിച്ച് കണ്ടുപിടിച്ച വിദ്യയില്ലേ ഇത്? പാവം പോലീസുകാരനെ അടിച്ച് പഞ്ചറാക്കി. ഏതായാലും സണ്ണിയും ലീലാമ്മയുള്ള വിവാഹത്തിന് എല്ലാവരും അനുകൂലമാണ്. ഇനി ലീലാമ്മയുടെ വീട്ടുകാരുടെ അഭിപ്രായം കൂടെ അറിയാനുള്ളൂ. അപ്പനും അമ്മ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോകാൻ എഴുതിക്കൂടെ ലീലാമ്മേ? ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എഴുതാം, അഡ്രസ് തന്നാ മതി. അത് വേണ്ടച്ചു. ലീലാമ്മയുടെ അഡ്രസ് വാങ്ങിച്ച് ഞാൻ തന്നെ എഴുതാം. ശരി.
ആരാ? എന്തു വേണം? ഞങ്ങൾ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരാ. നിങ്ങളുടെ ചില ഫയലുകൾ പരിശോധിക്കാനുണ്ട്. ആവശ്യമില്ലാതെ ഞങ്ങൾ വരാറില്ല എന്നറിയില്ലേ? ആ ഫയൽ എടുക്കരുത്, അവിടെ വയ്ക്കൂ. ഞങ്ങളെ തടഞ്ഞാൽ ഞങ്ങൾ പോലീസിൽ വിവരം അറിയിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള റെക്കോർഡ്സ് എല്ലാം നിങ്ങൾ തരുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തു തരാം. അവറാച്ച, എന്തോ? അവറാച്ചൻ പോയി ഇവർ കുടിക്കാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യുക. നിങ്ങൾ ഇരിക്കണം, ഞാൻ എടുത്തു തരാൻ പറഞ്ഞില്ലേ? ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തോളാം. വേണ്ട അവിടെ. നിനക്കൊക്കെ എന്റെ ഫയൽ പരിശോധിക്കണം അല്ലടാ? ഇതിനകത്ത് കിടന്ന് പരിശോധിക്ക്. ദൈവം ഇറങ്ങി വന്നാൽ പോലും നിനക്കൊന്നും രക്ഷപ്പെടാനാവില്ല. പച്ചവെള്ളം പോലും കൊടുത്തു പോരുത്. അറിയാം. ഹലോ, തമ്പി ഹിയർ. മത്തായിച്ചനായിരുന്നോ? ഇതെന്ത് ചോദ്യമാണ് തമ്പി? ഇങ്ങനെ വരുന്നവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇല്ല, എന്തായാലും വിടുന്നില്ല. അവന്മാർ അതിന്റെ അകത്ത് തന്നെ കിടക്കട്ടെ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. കുടിക്കാൻ പച്ച വെള്ളം പോലും കൊടുക്കില്ല. മത്തായിയുടെ ഫയല് പരിശോധിക്കാൻ വന്നിരിക്കുന്നു. റാസ്കൽസ്. നമ്മളെ ഇവിടെ ഇട്ട് കൊന്നുകളഞ്ഞാൽ എങ്ങനെ വെളിയിലറിയും? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നേരത്തെ അറിയിച്ചിട്ട് പോന്നാ മതിയായിരുന്നു. അത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് പോലീസ് വിവരം അറിയിച്ചാലോ? എങ്ങനെയെങ്കിലും വെളിയിൽ നിന്ന് ഈ വിവരം അറിയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പട്ടിണിക്കിട്ട് തന്നെ നമ്മളെ കൊന്നുകളയും. മണി 2 രാവിലെ 9 മണിക്ക് പിടിച്ചിട്ടാ അവറ്റകളെ. അതിനകത്ത് കിടന്ന് ചത്തുപോത്തേ ഉള്ളൂ. അതിന് നമുക്കെന്താ? ആ മുതലാളി നോക്കിക്കോളൂ ഒഴുക്കി. മത്തായി മുതലാളി എന്ന് പറഞ്ഞ ആരാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു പരിശോധനയ്ക്ക് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മിസ്റ്റർ? അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി നിങ്ങൾക്കറിയാം. ഇതൊന്നും ഞങ്ങളുടെ ഡ്യൂട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ തരണോ? എന്നിട്ടിപ്പോൾ ഡ്യൂട്ടി നിർവഹിക്കാൻ പോയിട്ട് എങ്ങനെ ഇരിക്കുന്നു? പരിശോധനയ്ക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളെ കൂടെ അറിയിച്ചിരുന്നെങ്കിൽ ഈ വക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഞാൻ പ്രാണൻ പണയം വെച്ച് വെളിയിൽ ചാടി പോന്നിരിക്കുകയാണ്. മറ്റുള്ളവരെ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ കൊണ്ടുവരേണ്ടി വരുന്നത് അവരുടെ ശവശരീരമായിരിക്കും. അനാവശ്യം പറയരുത്. മഹാനായ ഒരു മനുഷ്യനെ കുറിച്ച് വേണ്ടാത്തതൊക്കെ പറയുന്നത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ രാത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരം വെളുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾ പോണം. ഓൾറൈറ്റ്. ഹലോ, DSP അല്ലേ? ഞാൻ മനോഹാരിത പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ജെയിംസ് മാത്യു. സെയിൽ ടാക്സിലെ ഉദ്യോഗസ്ഥന്മാർ മത്തായി മുതലാളിയുടെ വീട് പരിശോധിക്കാൻ ചെന്നു. അവരെ ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. വെള്ളം പോലും കൊടുത്തിട്ടില്ല. അവരെ അവിടെ നിന്ന് രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ട ഉടനെ ചെയ്യണം. എന്തിനാ ഇപ്പൊ അവരെ വിടുന്നത്? എന്താ കാര്യം? എന്താ അത് പറ. DYSP അദ്ദേഹം ഇപ്പൊ വിളിച്ചിരുന്നു. ഉണ്ടായതൊന്നും സാരമില്ല, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇനി അവരവിടെ അടച്ചുപൂട്ടിയിടുന്നത് ശരിയല്ല. ഉടനെ തുറന്നു വിട്ടേക്ക്. അതൊന്നും സാരമില്ല, വയ്ക്കോട്ടെ. വിട്ടുകള. അറിയാതെ വന്ന് കയറിയതല്ലേ സാധുക്കൾ. മനോഹാരിത കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ ചാറ്റി പത്രം വായിക്കണം. ചാറ്റി ചൂടുള്ള വാർത്തകൾ. കൃത്യനിർവഹണത്തിന് 11 സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 24 മണിക്കൂർ നേരം മുറിയിൽ പൂട്ടിയിട്ട് ചൂടുള്ള വാർത്തകൾ. മനോഹാരിത. നിങ്ങൾ എന്തൊക്കെ മത്തായി കാണിച്ചു കൂട്ടിയത്? കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണ്ടേ? അതൊക്കെ ശരി. ഇപ്പൊ കാര്യമായി കുഴഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷവും പത്രക്കാരും ഒക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ? പോരാത്തതിന് ഉദ്യോഗസ്ഥന്മാർ പണിമുടക്ക് നോട്ടീസ് തരാൻ പോണെന്ന് കേട്ടു. അതിനൊന്നും എനിക്കൊരു പേടിയുമില്ല. ഇതുപോലെ എത്ര പ്രാവശ്യം ഉരുണ്ടുകൂടിയതാ. എല്ലാം ഞാൻ പൊട്ടിച്ചെടുത്തില്ലേ. ഇതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അങ്ങനെ കൃത്യനിർവഹണത്തിന് വേണ്ടി ചെന്ന സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ആഹാരം പോലും കൊടുക്കാതെ തന്റെ ബംഗ്ലാവിലെ മുറിയിൽ അടച്ചിടുകയും ചെയ്ത കുറ്റത്തിന് കോടീശ്വരനും വ്യവസായ പ്രമുഖനുമായ മത്തായി മുതലാളിയെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുന്നതാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിനിധികൾ കുറിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ പണിമുടക്ക് പിൻവലിച്ചിരിക്കുന്നു. മജിസ്ട്രേറ്റിനെ നീ കണ്ടില്ലല്ലോ. അതാ മജിസ്ട്രേറ്റ് വരുന്നുണ്ട്. അങ്ങനെയായിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊഴിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം? ഈ ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. വന്നാട്ടെ സാർ, വരണം സാർ, വന്നാട്ടെ, ഇരിക്കണം, ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ, വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ? നിങ്ങളെന്താ ഇരിക്കുന്നത്? ഇറങ്ങാൻ വണ്ടി തിരിച്ചിട്ടെ. വണ്ടി തിരിക്കാൻ പറ്റില്ല. അതെന്താ തിരിച്ചാ? ഞങ്ങള് കിളിവാടി വരെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് തിരിച്ചാ മതി. വണ്ടി കിളിവാടി വരെ പോകത്തില്ലെന്ന് അറിയില്ലേ? എങ്കിൽ പിന്നെ അവിടം വരെയുള്ള ചാർജ് മേടിച്ചെന്തിനാ? ഇതെന്താ പുതിയ ഏർപ്പാടാണോ? അങ്ങനല്ലായിരുന്നോ പതിവ്? എന്തായാലും ഇന്ന് മുതൽ ഏർപ്പാട് വേണ്ട. കിളിവാടിയിൽ ചെന്ന് ഞങ്ങൾ ഇറങ്ങുന്നുള്ളൂ. എടാ കുഞ്ഞുനെ, ചവിട്ടി ഇറങ്ങാനല്ലേ? അവര് നിങ്ങളെ തല്ലു മക്കൾ. അവര് ഞങ്ങൾ ചവിട്ടിയെ പുറത്താക്കിയത്. ബസ്സിന്റെ കിടപ്പുണ്ടോ? അവർ ഓടിച്ചോണ്ട് പോയി. എന്തൊരു അക്രമം കാണിച്ചിരിക്കുന്നത്? ഇതങ്ങനെ വിട്ടുകൂടാ. എന്ന് വെച്ചാൽ അവർ വണ്ടി വിട്ടു പോയില്ലേ? പക്ഷേ വണ്ടിയുടെ ഉടമസ്ഥനുണ്ടല്ലോ, മത്തായി മുതലാളി. അയാൾ ആദ്യം കാണാം, എന്നിട്ട് ബാക്കി കാര്യം. വരൂ.